ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് റൗണ്ട് ഓഫ് 16-ൽ പ്രീ ക്വാർട്ടർ ഫൈനലിൽ സൂപ്പർ ടീമായ അർജൻറ്റീന, അതായത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീന കളിക്കാൻ ഇറങ്ങുകയാണ്. മുഹമ്മദ് സലാഹയുടെ ഈജിപ്താണ്, ചെറിയ ടീമല്ല, മുഹമ്മദ് സലാഹയുടെ ഈജിപ്താണ് അർജൻറ്റീനയുടെ എതിരാളികൾ. അർജൻറ്റീന കേപ്പ് വെർദെക്കെതിരെ വളരെയധികം കഷ്ടപ്പെട്ടാണ് കടന്നുകൂടുകയാണ് ഉണ്ടായത്. ഇത് എല്ലാവർക്കും അറിയാം, ആരാധകർക്കും അറിയാം, കളിക്കമ്പക്കാർക്കും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കളിയുടെ രൂപഭാവങ്ങൾ മാറ്റാതെ അർജൻറ്റീനയ്ക്ക് ഇനി നിലനിൽപ്പില്ല. അത് ശരിയായ വിധം സ്കലോണി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം അടിമുടി കളി മാറ്റാൻ തന്നെയാണ് സ്കലോണി തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് കിട്ടുന്ന വിവരം. അതിനനുസരിച്ച് 3 മാറ്റങ്ങളുമായിട്ടാണ് ആദ്യ 11 ഇറങ്ങുക. അർജൻറ്റീനയുടെ ആദ്യ 11 നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് 3 മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അന്തിമ 11 സ്കലോണി തീരുമാനിച്ചിട്ടില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ആകാം എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ആദ്യ 11-ൽ കഴിഞ്ഞവണ ഉണ്ടായതിനേക്കാൾ വ്യത്യസ്തമായി ടാഗ്ലിയാഫിക്കോ, പ്രതിരോധത്തിൽ ടാഗ്ലിയാഫിക്കോ വരും. മെദീനയെ മാറ്റി ടാഗ്ലിയാഫിക്കോയെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ മധ്യനിരയിൽ പെരദേശ് വരാൻ, അൽമായദയ്ക്ക് പകരം പെരദേശ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനിയിപ്പോൾ അഥവാ പെരദേശ് അല്ലെങ്കിൽ നിക്കോളസ് ഗോൺസാലസ് വരും എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ 2ാമത്തെ മാറ്റം. 3ാമത്തെ മാറ്റം മുന്നേറ്റ നിരയിലാണ്. അത് ലൗതാരോ മാർട്ടിനസിന് പകരം ഹൂലിയൻ അൽവാരസിനെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തും. ഇങ്ങനെ 3 മാറ്റങ്ങളാണ്. അതായത് ടാഗ്ലിയാഫിക്കോ, പെരദേശ്, ഹൂലിയൻ അൽവാരസ്, ഇങ്ങനെ 3 മാറ്റങ്ങൾ. പകരം പോകുന്നത് മെദീന പോവും, അൽമൈദ പോകും, ഒപ്പം ലൗതാരോ മാർട്ടിനസ് ആദ്യ 11-ൽ നിന്ന് മാറും എന്നാണ് വിവരം കിട്ടുന്നത്. തീർച്ചയായിട്ടും കളിയുടെ ഫോർമേഷൻ അടക്കം മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്കലോണി അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് ഈ അർജൻറ്റീനയുടെ ആദ്യ 11 എങ്ങനെയായിരിക്കാം, ഒരു സാധ്യത 11 ഒന്ന് നമുക്ക് പരിശോധിക്കാം. അത് ഇങ്ങനെയായിരിക്കും. ഗോൾ കീപ്പിങ്ങിൽ എമിലിയാനോ മാർട്ടിനസ്, പിന്നീട് ലിസാൻഡ്രോ മാർട്ടിനസ്, റൊമേറോ, മൊളീന, ടാഗ്ലിയാഫിക്കോ, ഇങ്ങനെയാണ്. അതായത് മാർട്ടിനസും റൊമേറോയും പ്രതിരോധത്തിൻ്റെ സെൻട്രൽ ഡിഫൻസിൽ ഉണ്ടാകുമ്പോൾ ലെഫ്റ്റിൽ ടാഗ്ലിയാഫിക്കോവും റൈറ്റ് വിങ്ങിൽ മൊളീനയും, ലെഫ്റ്റ് വിങ്ങിൽ ടാഗ്ലിയാഫിക്കോവും റൈറ്റ് വിങ്ങിൽ മൊളീനയും, മധ്യനിരയിൽ എൻസോ ഫെർണാണ്ടസും പെരദേശും, പിന്നീട് വിങ്ങുകളിലായിട്ട് മെക്കാലിസ്റ്ററും ഡീപോളും, ഇങ്ങനെ 4 പേരാണ് മധ്യനിരയിൽ. അതായത് എൻസോ ഫെർണാണ്ടസ്, പെരദേശ്, മെക്കാലിസ്റ്റർ, ഡീപോൾ, ഇങ്ങനെ 4 പേർ മധ്യനിരയിൽ. മുന്നേറ്റത്തിൽ സാക്ഷാൽ ലിയണൽ മെസ്സി, പിന്നീട് ഹൂലിയൻ അൽവാരസ്. ഇങ്ങനെയാണ് ആദ്യ 11-നുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെയാണ്. എന്തായാലും അടിമുടി കളി മാറ്റിയില്ലെങ്കിൽ, ആക്രമണ ഫുട്ബോൾ കളിച്ചില്ലെങ്കിൽ ഹൈ പ്രസ് ഗെയിം കളിക്കുക തന്നെ വേണം അർജൻറ്റീന. അതല്ലാതെ ഈജിപ്തിൻ്റെ അടുത്ത് രക്ഷപ്പെടില്ല. ബ്രസീൽ ജപ്പാനോട് 2ാം പകുതിയിൽ കളിച്ച ഒരു കളിയുണ്ട്, ഹൈ പ്രസ് ഗെയിം. ആ ഗെയിം അർജൻറ്റീന കളിച്ചേ മതിയാവുള്ളൂ. നിരന്തരം ആക്രമിച്ച് കളിച്ചേ മതിയാകുള്ളൂ. പന്ത് കാലിൽ കിട്ടിയ പിറകിലേക്ക് തട്ടുന്ന ആ പരിപാടി അവസാനിപ്പിച്ച് മുന്നോട്ട് ഹൈ പ്രസ് ഗെയിം കളിച്ചേ മതിയാവുള്ളൂ. അത് കളിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈജിപ്തിനെ മറികടന്ന് അർജൻറ്റീന ക്വാർട്ടർ ഫൈനലിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.